ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ എൻഡിഎ സഖ്യത്തിന് അനുകൂലം. 11 സംസ്ഥാനങ്ങളിൽ 58 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകി മുന്നണികൾ. എൽഡിഎഫ് സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. സംസ്ഥാനത്ത് 79,410 പേർ ചികിത്സയിൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഇതുവരെ ലഭ്യമായ ഫലസൂചനകളിൽ 126 സീറ്റുകളിൽ എൻഡിഎ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. 102 മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിന് മുൻതൂക്കമുള്ളത്. എൽജെപി 4 സീറ്റിലും മറ്റുള്ളവർ 11 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായ ലീഡ് ഉയർത്താൻ മഹാസഖ്യത്തിനായെങ്കിലും രണ്ടാം ഘട്ടത്തിൽ എൻഡിഎ സഖ്യം ലീഡ് നിലയിൽ മുന്നേറ്റം തുടരുകയാണ്. 243 മണ്ഡലങ്ങളിൽ 3 ഘട്ടങ്ങളായാണ് ബീഹാറിൽ വോട്ടെടുപ്പ് പൂർത്തിയായത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻഡിഎയും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യവും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. 38 ജില്ലകളിലെ 55 കേന്ദ്രങ്ങളിലാണ് അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ വോട്ടെണ്ണൽ. പോലീസും കേന്ദ്രസേനയും സുരക്ഷാ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ത്രിതല സുരക്ഷയിലാണ് വോട്ടെണ്ണൽ. 11 സംസ്ഥാനങ്ങളിലെ 58 നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇന്നറിയാം. ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ ആരംഭിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. നവംബർ 10-ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടിക പ്രസിദ്ധീകരിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഏതാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടതിനാലാണ് ഒരു ദിവസം കൂടി സമയം അനുവദിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കാവുന്നതാണ്. എൽഡിഎഫ് സംസ്ഥാന നേതൃയോഗം ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകും. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എൽഡിഎഫിൽ ഘടകകക്ഷിയായ ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇന്നത്തേത്. ജോസ് കെ മാണിയും സ്റ്റീഫൻ ജോർജും യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ന്യൂഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനാണ് ഡൽഹിയിലെത്തിയതെന്ന് സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിന് ജില്ലാ ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും സജ്ജരായി. അടുത്ത മാസം 10-ന് നടക്കുന്ന വോട്ടെടുപ്പിന് 2332 പോളിംഗ് ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം യുഡിഎഫ് വിട്ട് എൽഡിഎഫിൽ ചേർന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്തെ ശ്രദ്ധേയമാക്കുന്നു. പാല, കോതമംഗലം, മലപ്പുറം മുനിസിപ്പാലിറ്റികൾ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത്, പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ, മൈലപ്ര ഗ്രാമപഞ്ചായത്തുകൾ, എറണാകുളം ജില്ലയിലെ കാലടി, ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തുകൾ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ നിയോജക മണ്ഡലങ്ങളും വാർഡുകളും നിർണ്ണയിക്കാൻ പുനർവിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചു. നാളെ നറുക്കെടുപ്പ് നടത്താൻ നിർദ്ദേശിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ അതത് നഗര കാര്യ ജോയിന്റ് ഡയറക്ടർമാരെയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്താനും പരാതികൾ നൽകാനും ഡിസംബർ 15 വരെ സമയം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കരട് വോട്ടർ പട്ടിക നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടലിൽ പരിശോധിക്കാം. വരവിൽ കവിഞ്ഞ സ്വത്ത് സംബന്ധിച്ച കേസിൽ കെ എം ഷാജി എംഎൽഎ ഇന്ന് കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ സബ് സോൺ ഓഫീസിൽ ഹാജരാകും. ഇന്നലെ ഷാജിയുടെ ഭാര്യയുടെ മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം.സി. കമറുദ്ദീൻ എംഎൽഎയെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. എംഎൽഎയുടെ ജാമ്യാപേക്ഷ വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. തെളിവുകൾ ശേഖരിക്കാൻ സമയം വേണമെന്ന പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് കോടതി അദ്ദേഹത്തെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം കസ്റ്റഡി കാലാവധി ചുരുക്കണമെന്ന് കമറുദ്ദീന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആകെ രോഗബാധിതരുടെ 6% കുറഞ്ഞു. ഇത് കോവിഡ് പ്രതിരോധത്തിലെ സുപ്രധാന നേട്ടമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കുകയും രോഗവ്യാപനം തടയുകയും ചെയ്തതാണ് ഈ ലക്ഷ്യം നേടാൻ കാരണമായതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് മുക്തിനിരക്ക് 93%. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്ക് 11.05% താഴ്ന്നു. ഇന്നലെ 3593 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. സാമ്പിൾ പരിശോധനകളിലെ കുറവാണ് രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. 32,489 സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത്. 53 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 3070 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 409 പേരുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. ഇന്നലെ 5983 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇപ്പോൾ 79,410 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ച് രോഗം ഭേദമായാലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഗൌരവമായി കാണണമെന്ന് NK പ്രേമചന്ദ്രൻ MP. കോവിഡ് രോഗം ലാഘവത്തോടെ കാണരുതെന്നും തികഞ്ഞ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എല്ലാവരും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ലാഘവത്തോടുകൂടി കാണേണ്ട കാര്യമല്ല കോവിഡ് പകർച്ചവ്യാധി. കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളുടെ ഭാഗമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികം ഗൌരവതരമാണ്. ആ ഘട്ടത്തിൽ ഉദാസീനത വെടിഞ്ഞ് സാമൂഹ്യ അകലം പാലിച്ച് മാസ്ക് ധരിച്ച് ശുചിത്വം പാലിച്ച് ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഘട്ടമാണ് ഈ ഘട്ടം എന്നാണ് എന്റെ വിശ്വാസം. കോവിഡ് അനന്തര രോഗപ്രത്യാഘാതങ്ങളും സങ്കീർണമാകുന്നത് തന്നെ കോവിഡ് ബാധിതരായവർ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും ശ്രദ്ധയും ഈ അവസരത്തിൽ പ്രത്യേകം പ്രസക്തമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച കോഴിക്കോട്ടെ മേഖലാ ശാസ്ത്ര കേന്ദ്രവും നക്ഷത്ര ബംഗ്ലാവും ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നു. ആദ്യഘട്ടത്തിൽ സയൻസ് പാർക്ക്, ശാസ്ത്ര ഗ്യാലറി എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും പ്രവേശനം. പ്രദർശനങ്ങൾ 16-ന് തുടങ്ങും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും സന്ദർശക സമയം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ശബരിമല തീർത്ഥാടകർക്കുള്ള ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തീർത്ഥാടകർ ഒരിക്കലും അടുത്തടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രതിദിനം നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കില്ല. യാത്ര ചെയ്യുമ്പോൾ കൈകഴുകൽ, ശാരീരിക അകലം, മുഖാവരണം ഉപയോഗിക്കൽ എന്നിവ പാലിക്കേണ്ടതാണ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ ഈ വർഷത്തെ തിരുനാൾ നടത്തിപ്പിന് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ഖോസ. തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയുടെ അകത്തും പരിസരങ്ങളിലും പ്രവേശിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ അറിയിച്ചു. ഈ മാസം 13 മുതൽ 22 വരെയാണ് തിരുനാൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 13ാം സീസണിന്റെ കലാശ പോരാട്ടം ഇന്ന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ആദ്യ ഫൈനൽ കളിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ മുംബൈ ഒന്നാമതും ഡൽഹി രണ്ടാമതുമാണ് ലീഗ് ഘട്ടം അവസാനിപ്പിച്ചത്. സീസണിന്റെ ആദ്യം മുതൽ തന്നെ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചാണ് മുംബൈ മുന്നേറിയത്. ആദ്യം പ്ലേ ഓഫ് ഉറപ്പിച്ചതും അവർ തന്നെ. ആദ്യ പകുതിയിൽ ഒരുപക്ഷെ മുംബൈയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഡൽഹി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ ബിനീഷ് കോടിയേരിയെ 12ാം ദിവസമായ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരുവിൽ ചോദ്യം ചെയ്യും. നാളെ വരെയാണ് ബിനീഷിനെ ഇഡിയുടെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി അനുമതി നൽകിയത്. വാളയാർ പീഡനവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ മന്ത്രി AK ബാലന്റെ വസതിയിലേക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നടത്തുന്ന പദയാത്ര ഇന്ന് അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിക്കും. മറ്റന്നാൾ മന്ത്രിയുടെ പാലക്കാട്ട് വീട്ടുപടിക്കലെത്തി കാര്യങ്ങൾ അറിയിക്കുമെന്ന് വാളയാർ സമരസമിതി നേതാക്കൾ അറിയിച്ചു. യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ച കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസുമായി ബന്ധപ്പെട്ട മറ്റ് 2 പ്രതികൾക്കും ജാമ്യം നൽകി. ഉപാധികളോടെയാണ് ജാമ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ NDA സഖ്യത്തിന് അനുകൂലം. 11 സംസ്ഥാനങ്ങളിൽ 58 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകി മുന്നണികൾ. LDF സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. സംസ്ഥാനത്ത് 79,410 പേർ ചികിത്സയിൽ.
IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.